സമാധാനം നിങ്ങളോട് കൂടെ. ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 1, 6 മുതലുള്ള 12 വരെ തിരുവചനങ്ങള്. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വന്നു ചേർന്നു. സാത്താനും അവരോട് കൂടെ വന്നു. കർത്താവ് സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു, എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുകയും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവന്റെ സമ്പത്തിൽ മേൽ കൈവച്ചാൽ അവൻ അങ്ങേ ദുഷിക്കുന്നത് കാണാം. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. അത് കേട്ട് സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി. ഇരിക്കുക. കർത്താവിനാല് ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഭാഗ്യത്തിന്റെ ഒരു കാലഘട്ടമാണ്. നമ്മള് മീഡിയയൊക്കെ, പ്രത്യേകിച്ച് ടിവിയോ അതുപോലുള്ള മാധ്യമങ്ങളൊക്കെ തുറന്നാല് ഒരുപാട് ഭാഗ്യങ്ങളുമായിട്ട് വരുന്നൊരു കാലഘട്ടം. ഓണം ആഘോഷിക്കുമ്പോൾ മാവേലി തമ്പുരാൻ ഭാഗ്യം കൊണ്ടുവരുന്നു. ഒരു കിടക്ക വാങ്ങിയാൽ തലയണയും ബെഡ്ഷീറ്റും ഒക്കെ ഫ്രീ. അങ്ങനെ പലതും നമുക്ക് ഫ്രീയും ഭാഗ്യവും ഒക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ലോട്ടറി വാങ്ങുന്നത് വലിയ ഭാഗ്യമാണ്, പുണ്യമാണ് എന്നെല്ലാം നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുടെ ഒരു ലോകത്തിലാണ്. ഇവിടെ അച്ഛന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പിശാചും ചിലപ്പോ ഒക്കെ ദൈവസന്നിധിയിൽ ചെല്ലും. നമ്മൾ വിചാരിക്കും പിശാച് അങ്ങനെ ദൈവവുമായിട്ടൊന്നും അടുത്ത് ബന്ധമില്ല എന്ന്. പക്ഷെ പിശാചിന് നല്ല ബന്ധമുണ്ടെന്നാണ് ഇന്നത്തെ വചനം സൂചിപ്പിക്കുന്നത്. അപ്പൊ പിശാച് ദൈവത്തിന്റെ സന്നിധിയില് കടന്നു ചെന്നപ്പോൾ കർത്താവിന് ഓരോരുത്തരെ അറിയാം. നമ്മൾ അവിടെ എന്നതൊക്കെയാ ചെയ്യുന്നത്. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തികൾ അവിടുന്ന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പം മുതല് രാത്രി ഉറങ്ങുന്നതും വരെ നമ്മൾ അങ്ങോട്ട് തിരിയുന്നതും ഇങ്ങോട്ട് തിരിയുന്നതും നമ്മൾ വേണ്ടാതിനം കാണിക്കുന്നതും ഒക്കെ ദൈവത്തിന്റെ ദൂതന്മാരും മാർക്ക് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം അറിയുന്നുണ്ട്. അപ്പം ദൈവം ഇങ്ങനെ ഒരാളെ നോക്കിയപ്പോൾ കണ്ടു, ഭൂമിയെല്ലാം ചുറ്റിക്കറങ്ങി ഇടയ്ക്ക് റൗണ്ട് അടിച്ചു വരികയാണ് നമ്മുടെ സാത്താൻ ചേട്ടൻ. അപ്പോഴ് ഈ ചേട്ടനോട് കർത്താവ് ചോദിച്ചൊരു കാര്യമുണ്ട്. നീ കണ്ടോ എൻ്റെ മകനെ? അവൻ എത്ര നല്ല മനുഷ്യനാണ്. പക്ഷെ ചെകുത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഇതുപോലെ സംരക്ഷണം കൊടുത്താല് ആരാ സ്തുതിക്കാത്തത് നിന്നെ? അവനിഷ്ടം പോലെ പൈസ, നല്ല പെണ്ണുങ്ങള്, നല്ലൊരു ഭാര്യ, പിന്നെ സ്വത്താണെങ്കിൽ പറയാൻ വേണ്ട അത്രമാത്രം സ്വത്ത്,
പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം കന്നുകാലി കയറി തിന്നാതിരിക്കാൻ വേണ്ടി, അല്ല ആനയോ ഒന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നീ തന്നെ വേലി കെട്ടി ഇവയെല്ലാം സംരക്ഷിച്ചിരിക്കുക. അവന്റെ സമ്പത്ത് അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്തുതിക്കാനാണ് പ്രയാസം. പക്ഷെ നമുക്കറിയാം പിന്നീട് വരുന്ന ഒരു സംഭവം. പിന്നെ പിശാചിന് ദൈവം ഒരല്പം അധികാരം കൊടുത്തു. അധികാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് ആദ്യമേ ചെറിയ ചെറിയ സാമ്പത്തികമായ നഷ്ടം വരുത്തി. പിന്നെ നമുക്കറിയാം അവൻ്റെ ശരീരത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കി, രോഗങ്ങളുണ്ടാക്കി. ഇതെല്ലാം വന്നപ്പോഴും ജോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. പിന്നെ നമുക്കറിയാം ആ സംഭവത്തിൽ അതിൻ്റെ അവസാന അധ്യായത്തിലാണ് ജോബ് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സംഭവം വിവരിച്ച് കാണുന്നത്. ജോബ് ആദ്യമേ ഈ രോഗങ്ങളൊക്കെ വന്നപ്പോൾ ഓരോരുത്തരും പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ എന്നുമുള്ള ഒരു പ്രത്യേകത, എന്തെങ്കിലും കഷ്ടപ്പാട് വരുമ്പോൾ നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് കൂട്ടുകാർ പോലും വിളിച്ചു വന്ന് പറയുമ്പോൾ ചങ്കടിച്ചു പോകും. വേദന കൊണ്ട് നമ്മൾ വീർപ്പ്. ഒരാൾ ആശ്വാസമായിട്ട് വരുമെന്ന് ഓർക്കുമ്പോൾ ആശ്വസിപ്പിക്കേണ്ട വ്യക്തികൾ വന്ന് കുറ്റം പറയുമ്പം വല്ലാത്തൊരു വേദന. ഈ വിധത്തിൽ വേദനയുടെ നമുക്കറിയാം ജീവിതത്തിൽ എപ്പോഴും തുണയും ഇണയുമായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞ ഭാര്യ ഒരിക്കൽ പറയുന്നൊരു കാര്യമുണ്ട് ജോബിനോട്, ജോബേ, പ്രിയ മനുഷ്യ, നിങ്ങൾ 4 തെറി പറഞ്ഞിട്ടെങ്കിലും ഒന്ന് മരിക്കേ. എപ്പോഴും ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നിനക്ക് പറ്റുമെങ്കിൽ 4 തെറി പറയാം, എന്നിട്ടങ്ങ് മരിക്കേ. വേദന വരുമ്പോൾ പലപ്പോഴും തെറി പറയാനായിട്ട് ഭാര്യമാർ പോലും ചിലപ്പോൾ പറയും എന്ന് ജോബിൻ്റെ ഭാര്യ നമ്മെ പഠിപ്പിക്കുക. ഈ വിധത്തിൽ ചത്ത് കളഞ്ഞാൽ മതി. വിഷമം വരുമ്പം, കടബാധ്യത വരുമ്പം അങ്ങ് ചത്തേക്കാം. ഇന്ന് ഈ വിധത്തിൽ ഉപദേശം കേട്ട് ആത്മഹത്യക്ക് പോകുന്ന ഒത്തിരി മക്കളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ഒടുവിൽ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ജോബ് സഹനത്തിൻ്റെ വലിയ അവസ്ഥയിൽ ദൈവത്തെ പോലും അവൻ ഇടയ്ക്ക് കുറ്റം പറയുന്നുണ്ട്. പക്ഷെ ദൈവവും ആ പുസ്തകം ഒന്ന് വായിക്കുന്ന നല്ലതാണ്. അപ്പം ദൈവം അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എല്ലാം അറിയാമെന്ന് നീ ചിന്തിക്കുന്ന നിന്നോട് ഞാൻ ചോദിക്കാൻ കുറേ ചോദ്യങ്ങൾ. കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേട ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ? അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ദൈവം ജോബിനോട് ചോദിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ കൂട്ടുകാരെയും ദൈവം, നിങ്ങൾ ജോബിനെ കുറ്റം പറഞ്ഞത് ശരിയായില്ല എന്നും അവൻ്റെ കൂട്ടുകാരോട് ദൈവം പറയുക, നീ അവൻ്റെ അടുക്ക പോയി പ്രാർത്ഥിക്കണം, നീ അവൻ്റെ സന്നിധിയിൽ പോയി 7 മുട്ടാടുകളെയും കോലാടുകളെയും ഒക്കെ കൊണ്ടുവന്ന് ദഹനബലി അർപ്പിച്ച് ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അവസാനം ജോബ് വീണ്ടും അനുഗ്രഹം പ്രാപിച്ചത് എപ്പോഴാണെന്ന് നമുക്കറിയാം. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു എന്ന് ജോബ് 42:10 നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുക. നമ്മൾ സങ്കീർത്തനത്തിൽ 91-ാമത്തെ സങ്കീർത്തനം ഇടയ്ക്കൊക്കെ നമ്മൾ വായിക്കുന്ന നല്ലതാണ്. ഞങ്ങൾ അച്ഛന്മാരൊക്കെ എല്ലാ ദിവസവും രാവിലെ ചെല്ലുന്നതാണ്. ആരാണ് ഭാഗ്യവാന്മാർ? അവിടെ 91-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് കർത്താവിൽ അഭയം തേടുക, അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ എങ്ങനെയാ പറയുക? അത്യുന്നതന്റെ സംരക്ഷണയിൽ വസിക്കുന്നവൻ, സർവശക്തന്റെ തണലിൽ കഴിയുന്നവൻ, കർത്താവിൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാണെന്നൊക്കെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനാ ഭാഗ്യവാൻ. നമുക്കറിയാം പിന്നീട് നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം വേണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, ഇന്ന് ലോട്ടറി എടുത്താൽ ലാഭം കിട്ടുമെന്ന് കരുതുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓർക്കണം പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ എന്താ പറഞ്ഞതെന്ന്
ഇടയ്ക്ക് നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത് നമുക്കറിയാം. 5:11 പറയുന്നുണ്ട്, നമുക്ക് ഭാഗ്യം കിട്ടുന്നത് പ്രത്യേകിച്ച് നമ്മളൊക്കെ തെറ്റ് ചെയ്യാതെ, ഇതാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്യാതെ ദൈവനാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് സ്വർഗത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡാൻസ് ചെയ്തോളാൻ പറയുക. അപ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെന്നെ പലരും മുഖം കറുപ്പിച്ചു കളയുന്ന ഒരു കാര്യം ഇതോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അവരെന്നെ കുറിച്ച് ഈ വിധത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു സങ്കടമില്ലായിരുന്നച്ചോ. ഇങ്ങനെയാ നമ്മളൊക്കെ പറയുക. പക്ഷേ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത് ദൈവനാമത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മള് കുറ്റം ചെയ്യാതെ സഹിക്കേണ്ടി വരുന്ന ഓരോ മനുഷ്യനും ദൈവസന്നിധിയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന വ്യക്തികളായി മാറുകയാണ്. ഈ ആശയം തന്നെ നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലും നമുക്ക് കാണാം. യാക്കോബ് ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട്. നമ്മള് സഹിക്കേണ്ടി വരുമ്പം, നീതിക്ക് വേണ്ടി ഈ വിധത്തിൽ സഹനമേൽക്കേണ്ടി വരുമ്പം നമുക്ക് പ്രതിഫലം വർദ്ധിക്കുമെന്ന്. അതുകൊണ്ട് നമ്മള് കർത്താവിന്റെ കൂടെ നടന്നവരൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു രഹസ്യമാണിത്. യേശു ക്രിസ്തുവിനെ പ്രതി, യേശുവിന്റെ സ്നേഹത്തെ പ്രതി സഹിക്കാൻ സാധിക്കുന്ന ഓരോ മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിപ്പിക്കും. നമ്മള് യോഹന്നാൻ 6:63 പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് ലോകത്തിന്റെ പല നേട്ടങ്ങൾ, ശരീരം തരുന്ന നേട്ടങ്ങളെ കുറിച്ച് സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന്. യോഹന്നാൻ 6:63. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശരീരത്തെക്കുറിച്ചുള്ള അമിതമായ ആഗ്രഹവും ഇതെങ്ങനെ നിലനിർത്തും, നാളെ എനിക്ക് എന്ത് സംഭവിക്കും, എൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കും എന്നാ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ആത്മാവിന് നിത്യജീവൻ തരുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് വ്യാപൃതരാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് വിശുദ്ധ ജീവൻ നയിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.